എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഫ്താർ, ഞാൻ 30 വർഷം വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇസ്ലാം മതവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാനൊരൊറ്റ ഹിന്ദു എന്നൊരു ആളായിരുന്നു. പക്ഷേ ഞങ്ങൾ ജീവിച്ച രീതികളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങൾ വിഷു ആയാലും ഓണമായാലും ഈ പെരുന്നാളായാലും എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ഇതാണ്. നിങ്ങൾ യുഎയിൽ കാണും, യൂട്യൂബിലൊക്കെ എല്ലാവരും കൂടെ ഇപ്പോൾ ഈ നോയമ്പ് നടത്തുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള നടത്തണം എന്നൊരാഗ്രഹം തുടങ്ങി. അടുത്ത വർഷം തീർച്ചയായിട്ടും വളരെ വിപുലമായ രീതിയിൽ നമുക്ക് ഈ നോയമ്പ് തുറ നമുക്കിവിടെ നടത്താം. ഇന്ന് നമ്മൾ നോയമ്പ് തുറക്കുമ്പോൾ എന്താണ് നമ്മുടെ ഇന്നിപ്പോൾ ഈ നോയമ്പിൻ്റെ എല്ലാ മതത്തിലും നോയമ്പുണ്ട്, പക്ഷേ ഇത്രയും കഠിനമായൊരു വ്രതം അതും പ്രത്യേകിച്ച് ഇത് ജഗദീശ്വരൻ കഴിഞ്ഞു കൊടുത്താൽ നോക്കാൻ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് അല്ലേ. മറ്റുള്ള സമയത്തൊക്കെ പല നോയമ്പുകളുണ്ടെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടില്ല ഈ കാടിന്. കാരണം ഇത് ആ നോയമ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെയുള്ള മഹത്തുക്കൾ വന്ന് അവരുടെ വായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നീട്ടുന്നില്ല. ഞാൻ ആദരപൂർവ്വം നമ്മുടെ ഹാജി ഒക്കെ ക്ഷണിക്കുക. ബഹുമാന്യരും ആദരണീയമായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. വളരെ യാദൃച്ഛികമായി വളരെ പെട്ടെന്നുള്ളൊരു ക്ഷണവും വരണമായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ ഈ ഒരു പരിപാടി. അൽഹംദുലില്ലാഹ് അവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ പലരെയും നമുക്കിവിടെ കാണാൻ പറ്റി. എന്തായാലും ഇഫ്താർ എന്നൊരു മഹത്തരമായ ഒരു സൽക്കാരത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രഭാഷണത്തിനാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാ മതങ്ങളിലും വ്രതമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിലും വ്രതമുണ്ട്. ഓരോ വ്യത്യസ്തമായ രീതികളിലാണ് വ്രതം എന്ന് മാത്രമാണുള്ളത്. ചില ആളുകൾ മത്സ്യം മാത്രം കഴിക്കാത്ത നിലയിലുള്ള വ്രതമുണ്ടാവും. ചില ആളുകൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിട്ട് എടുക്കുന്നുണ്ടാവും. ഇസ്ലാമിൻ്റെ വ്രതം എന്ന് പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വളരെ കൃത്യമായ അവൻ്റെ സൂക്ഷ്മത പാലിച്ച് കൊണ്ടുപോകുന്നൊരു വ്രതമാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെയും നിങ്ങളുടെ മുൻഗാമികളുടെ മേല് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഒരു ജ്ഞാനിയാവാൻ, ഒരു സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 സംഗതികളാണ്. ഒന്ന്, പാവപ്പെട്ടവൻ്റെ പട്ടിണിയെ തിരിച്ചറിയുക എന്നതാണ്. അത് എഴുതി പിടിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ഒരു പ്രായം വരെ എത്തിക്കഴിഞ്ഞാൽ ആരോരും നോക്കാനില്ലാതെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ ജോലിയാകുമ്പോഴും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കുക, അതുപോലെ സാന്ത്വനം എന്ന പോലെ ഇടയിൽ വെച്ച് എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ കൊണ്ട് അനുഭവിക്കുന്ന സമയത്ത് അവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ, അവർക്കൊരു താങ്ങായി തണലായി മുന്നോട്ട് വരാൻ അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സംഘമാണ്. അതിൻ്റെ ഒരു പ്രവർത്തകരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഒരു നോട്ടീസ് വായിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു വല്ലാത്ത എല്ലാ രംഗങ്ങളും നമ്മുടെ കേരളത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന, നേരിട്ട് കണ്ടൊരു സംഗതിയാണ്. അവിടെ ഇന്ന ആളെന്നോ ഇന്ന വ്യക്തിയെന്നോ ഇന്ന ജാതിക്കാരനെന്നോ ഇന്ന മതക്കാരനോ എന്നൊന്നും തന്നെ ഇല്ല. അവിടെ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ എത്രയോ ആഹാരങ്ങൾ പാഴാക്കി കളയുമ്പോഴും, എത്രയോ ആഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ ഫ്രിഡ്ജുകളിൽ തന്നെ ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സംഘത്തെയാണ്.
അപ്പൊ അതിന് സഹായിക്കാൻ വേണ്ടി ഒരു സംഘം മുന്നോട്ട് വരിക. അപ്പൊ അതിലെ വേദനയും ത്യാഗവും അറിയുന്നവർക്ക് മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരൻ പറഞ്ഞു, ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി എൻ്റെ പ്രവാസി ലോകത്തിൽ ജാതിമത ഭേദമന്യേ ഞങ്ങൾ കൂടി, ഞങ്ങൾ സഹകരിച്ചു, ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഈ നാട്ടിൽ പങ്കുവെക്കാൻ. അതിൻ്റെ ഒരു തുടക്കമാണ്. പടച്ച തമ്പുരാൻ ഇത് വിജയിപ്പിക്കുമാറാകട്ടെ. നല്ല നിലയിൽ ധാരാളം ആളുകളൊക്കെ കൂടി വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നായി അള്ളാഹു ഇതിനെ ഉയർത്തുമാറാകട്ടെ. രണ്ടാമതായി സംഗതി ഒന്നെന്താ പറഞ്ഞത്? പട്ടിണി പാവങ്ങളുടെ വിശപ്പിനെ തിരിച്ചറിയുക. രണ്ടാമതായി നമ്മുടെ ആരോഗ്യം, അല്ലേ? അപ്പൊ നമുക്കറിയാം, മൃതത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതി. ഇന്ന് പഴയ ഒരു കാലഘട്ടം പട്ടിണിയുടെ ലോകമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർ പറയും പോഷകാഹാര കുറവാണ്, പ്രശ്നങ്ങളാണ്, നിങ്ങൾ നല്ല ആഹാരം കഴിക്കണം എന്ന് പറയും. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ അത് കഴിക്കരുത്, നിങ്ങൾ മധുരം ഉപയോഗിക്കരുത്, നിങ്ങൾ സമൂസ കഴിക്കരുത്. ഇന്ന് കഴിക്കരുത് എന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യം വളരെ പ്രശ്നമായൊരു സമയം. അനിൽ സാർ അവിടുന്ന് പറഞ്ഞത് ഒരു ആത്മീയമായൊരു ഒരു ഉത്ബോധനത്തിനാണ് എന്നെ വിളിച്ചത്. എന്നപോലെ രാജാവ് ചോദിക്കുകയാണ്, എനിക്ക് ആത്മീയമായി എൻ്റെ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം, എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് എന്തെങ്കിലും സംഗതി ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ മഹാനവറുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവിനോട് ഇബ്നു സമ്മാക്ക് എന്ന പണ്ഡിതൻ പറഞ്ഞു, അങ്ങ് വായിലേക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ഉരുള ആഹാരം അങ്ങയുടെ തൊണ്ടക്കുഴിയിലൂടെ അങ്ങയുടെ ആമാശയത്തിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങയുടെ രാജ്യത്തിന്റെ പകുതി വിറ്റ് ചികിത്സിക്കാൻ അങ്ങ് തയ്യാറുണ്ട്. ഒരു ഉരുള ആഹാരം അങ്ങയുടെ വായിലൂടെ അങ്ങയുടെ ആമാശയത്തിലേക്ക് അങ്ങക്ക് ഇറക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങയുടെ വീട്ടിന്റെ അല്ല, അങ്ങയുടെ സമ്പത്ത്, അങ്ങയുടെ രാജ്യത്തിന്റെ പകുതി വിറ്റ് ചികിത്സിക്കാൻ അങ്ങ് തയ്യാറുണ്ടോ? തീർച്ചയായും. കാരണം ഒരു നേരം സ്വസ്ഥമായി എനിക്കൊരു ഗ്ലാസ് ഒരിറക്ക് വെള്ളം എൻ്റെ തൊണ്ടക്കുഴിയിലൂടെ എനിക്ക് ഇറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും എനിക്കില്ല. വീണ്ടും പണ്ഡിതൻ പറഞ്ഞു, ഇനി അത് കഴിച്ചെന്നിരിക്കട്ടെ, അതിനെ സ്വസ്ഥമായി അങ്ങൊന്ന് ബാത്റൂമിലേക്ക് പോയതിനു ശേഷം അതിനെ ഒന്ന് വിസർജിക്കാൻ അങ്ങക്ക് കഴിയുന്നില്ല എങ്കിൽ അങ്ങയുടെ രാജ്യത്തിന്റെ ബാക്കി പകുതി സമ്പത്ത് ഉപയോഗിച്ച് ചികിത്സിക്കാൻ അങ്ങ് തയ്യാറാണ്. രാജാവ് പറഞ്ഞു, തീർച്ചയായും ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം സ്വസ്ഥമായി, നമ്മളറിയില്ല ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഈ ലോകമോ അതിലുള്ള സർവമാന സമ്പത്തുകളും നമുക്കുണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്നത്. നമ്മുടെ ആരോഗ്യം എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരിറക്ക് ഭക്ഷണം കഴിച്ച് വായിലൂടെ കഴിച്ച് അത് വിസർജിച്ച് സ്വസ്ഥമായി കഴിയാൻ സാധിച്ചില്ല എങ്കിൽ ഒരു രാജ്യം മുഴുവനും വിറ്റിട്ട് ചികിത്സിക്കാൻ തയ്യാറാണ്. അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് ദൈവതമ്പുരാൻ നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലേ? ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുന്ന റഹ്മാനെ, നിനക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു പ്രവർത്തനത്തെ കൂടുതൽ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹിദായത്തിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഇന്ന് വല്ലാത്ത പേരുകളിൽ വല്ലാത്ത രോഗങ്ങൾ ഇന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. കുഞ്ഞു മക്കൾ പോലും കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്.